മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം കല്ലിയൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നറിയില്ല. പക്ഷേ രാജേഷ് ഈ നാടിന് മുഴുവൻ മാതൃകയായി ഒരു ത്യാഗമാണ്. സ്വന്തം ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ. എന്താ എന്നെ രക്ഷിക്കാൻ വന്നിട്ടൊരു ജീവൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല. കാരണം നമ്മുടെ പ്രായമായതല്ലേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ. പക്ഷെ സംഭവിച്ചു പോയി. കണ്ണൂർ രക്ഷാപ്രവർത്തനത്തിനിടയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരാളെ രക്ഷിച്ച വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജേഷ് എന്ന് പറയുന്ന ഒരാളായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് പുള്ളി ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാൾക്ക് കൊടുത്ത് കാലെന്തോ കോച്ചി പിടിച്ച് പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് വേണം, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും സ്വന്തം ജീവനാണ് ഏറ്റവും വലുത്. പക്ഷെ പുള്ളി ഇവിടെ ചെയ്ത എന്താ, അയാളുടെ ജീവൻ പോലും നോക്കാതെ മറ്റൊരാളെയാണ് ഇവിടെ രക്ഷിച്ചെടുത്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത വേദനയോടെ കൂടി മാത്രമേ കേരളത്തിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ. ആ രണ്ട് പിള്ളേരുടെ കരച്ചിൽ, അതായത് രാജേഷ് മരണപ്പെട്ട രാജേഷിന് രണ്ട് പിള്ളേരാണ്. ആ പിള്ളേരുടെ കരച്ചിൽ സത്യം പറഞ്ഞാൽ കാണാൻ വയ്യ. അച്ഛ 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 എന്നും പറഞ്ഞ് നിലവിളിച്ച് കരയുവാണ്. ആ കുടുംബത്തിൽ ഇപ്പം 2 വർഷത്തിനിടയിൽ 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ എന്തോ ഒരു കാരണമായി ബന്ധപ്പെട്ടിട്ടെങ്ങാണ്ടായിരുന്നു. ട്രെയിൻ തട്ടിയായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രായം ചെന്ന് അച്ഛനും അമ്മയുമാണ്. അവരിനി എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് അവരുടെ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തോ നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കാണാം. മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം കല്ലിയൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാജേഷിന്റെ വീടിനോട് ചേർന്നുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് പൊതുദർശനം. രാജേഷിന്റെ മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. തീർച്ചയായും വിട്ടു. അത്രമാത്രം ദുഃഖത്തോടു കൂടി തന്നെയാണ് കല്ലിയൂരിലെ ജനത രാജേഷിന് വിട ചൊല്ലുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തും. നേരത്തെ KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തന്നെ എത്തി ഇവിടെ രാജേഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയുണ്ടായി. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ റെസ്ക്യൂ ചെയ്യാനായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഭയങ്കര മോശമായിരിക്കും. ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമ്മുടെ ഈ വാർത്തകൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് പേരുണ്ട്. ഒരാളുടെ മാത്രം പേരെടുത്ത് പറയാനായിട്ടല്ല, ഒരുപാട് പേര് ഇതേണക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ദുരിതമായിരിക്കും. ഇവിടെ ഇവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ രാജേഷ് എന്ന് പറയുന്ന അവരുടെ ഫാമിലി. അത് മാത്രമല്ല, അച്ഛൻ എന്തോ ചെറിയൊരു പെട്ടിക്കട എങ്ങാണ്ടാണ്. ഇപ്പോൾ നിലവിൽ 2 മക്കൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ ഇനി അവർ എങ്ങോട്ട് പോകാനാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമ്മുടെ സർക്കാരൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലുമൊക്കെ ഈ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ആ പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. കാര്യം ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ മഴ കാരണം എത്രയോ കുടുംബങ്ങളാണ് അനാഥമായി പോയത്. അതായത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ ഇന്നിക്കുമെന്ന് പോലും ആർക്കും ഇപ്പോൾ ഉറപ്പില്ല. അതായത് ആ കോട്ടയം, പത്തനംതിട്ട അങ്ങനെയുള്ള ഏരിയകളിൽ താമസിക്കുന്ന ആ ഒരാൾക്കാർ ആ വഴിയൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഉണ്ടെന്ന്. അത് അത്രത്തോളം വെള്ളം കയറി വീടൊക്കെ കംപ്ലീറ്റ്ലി നശിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നഷ്ടപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആ സ്വന്തം ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകി ആ ജാക്കറ്റ് സുരക്ഷിതമായി നൽകിയ ആളെ സുരക്ഷിതമായി കരയിലെത്തിക്കുന്നതിനിടയിലാണ് രാജേഷ് ആ വള്ളി നഷ്ടപ്പെടുകയും ആ പിടിവള്ളി നഷ്ടപ്പെടുകയും ആ ഒഴുക്കിൽ പെടുകയും ചെയ്തത്. രാജേഷ് ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു പരിശീലകനായിരുന്നു. മാത്രമല്ല നീന്തലിൽ വിദഗ്ധനായിരുന്നു. എന്നിട്ട് പോലും കാലൊരു പക്ഷേ കോച്ചി പിടിച്ചതാകാം ഇങ്ങനൊരു അപകടത്തിലേക്ക് രാജേഷിനെ എത്തിച്ചതെന്നാണ് വിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്നത്. ഏതായാലും കയത്തിൽ മുങ്ങിപ്പോകുന്ന രാജേഷിനെ ഏതായാലും പിന്നീട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാജേഷിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് മുതൽ കുടുംബവും അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. കാരണം രാജേഷിൻ്റെ അച്ഛനൊരു സ്വന്തം പെട്ടിക്കട തൊട്ട് മുമ്പിൽ നടത്തുന്നുണ്ട്. അമ്മ പ്രായമായ അമ്മയാണ്. ഭാര്യ തൊട്ടടുത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ക്യാൻറ്റീനിൽ ജോലി ചെയ്യുകയാണ്. 2 ആൺമക്കൾ. ഇപ്പോൾ അല്പസമയം മുമ്പ് ആ മക്കളെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. മൃതദേഹം കാണിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല മൃതദേഹം എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ആ 9ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളെയും അവരുടെ അലമുറകളെയും നാട് തേങ്ങലോടുകൂടിയാണ് കേട്ടത്. ഏതായാലും
അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയത്തിനതിന് മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. ആ വീട് അദ്ദേഹത്തിൻ്റെ സഹായം ഇത്തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അതായത് പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടും പുള്ളിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഇതാ പറഞ്ഞത്, മനുഷ്യരുടെ കാര്യം സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് പുള്ളി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാൾക്ക് കൊടുത്ത് അത് രക്ഷിക്കാൻ വേണ്ടി നോക്കിയതാണ്. പുള്ളി മരണപ്പെട്ടു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മുടെ ജീവൻ മാത്രമേ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ ജീവൻ നമ്മൾ അപകടത്തിരിക്കുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കത്തില്ല. അതാരും ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ രാജേഷിനെ സംബന്ധിച്ച് പുള്ളി ചെയ്തൊരു വലിയൊരു കാര്യമാണ്. ഈ രക്ഷപ്പെട്ട പുള്ളിയും ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കുന്നുണ്ട്. പുള്ളി ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ മരണപ്പെട്ടു പോയാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാൻ ഇത്രയും പ്രായമൊക്കെ ചെന്നൊരു വ്യക്തിയല്ലേ. പക്ഷേ പുള്ളി മരണപ്പെട്ടു പോകുന്ന പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല. അത് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വിഷമമാണെന്ന് ആ ഒരു വ്യക്തി വരെ സംസാരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ രാജേഷിൻ്റെ അനിയൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപകാരപ്പെടുമെന്ന് കരുതി മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് രാജേഷ്. മാത്രമല്ല, രാജേഷിൻ്റെ സഹോദരൻ രഞ്ജിത്ത്. ഇതൊരു ദുരന്തം 2 വർഷത്തിനിടയിൽ 2 ദുരന്തങ്ങൾ കണ്ട ഒരു വീട് കൂടിയാണ് രാജേഷിൻ്റെത്. കാരണം രാജേഷിൻ്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ഇതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ രഞ്ജിത്ത് 2 വർഷം മുമ്പ് പെട്ടെന്നൊരു ട്രെയിൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ഒരു അപകടത്തിലാണ് ട്രെയിൻ തട്ടി പാളത്തിനിടയിൽപ്പെട്ട ട്രെയിൻ ഇടിച്ച് രഞ്ജിത്ത് മരണപ്പെടുന്നത്. അങ്ങനെ 2 ദുരന്തങ്ങളാണ് 2 വർഷത്തിനിടയിൽ രാജേഷിൻ്റെ വീട്ടിലേക്ക് രാജേഷും സഹോദരൻ രഞ്ജിത്തും വഴി വരുന്നത്. അങ്ങനെ ഒരു ദുരന്തം കൂടി രാജേഷിൻ്റെ കൂടി മരണമുണ്ടാകുമ്പോൾ ആ കുടുംബം ഏതാണ്ട് പൂർണ്ണമായി അനാഥത്വത്തിലേക്ക് പറഞ്ഞു കേട്ടില്ലേ. അതായത് ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു സഹോദരനെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബം അനാഥമായി മാറി. എത്രയോ പേരുടെ ജീവൻ അവർ രക്ഷപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താ? അപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. കാര്യം ഒരു വീട് മാത്രം പണിഞ്ഞു കൊടുത്തുകൊണ്ട് ആയില്ല. കാര്യം ആ ഒരു വീട്ടിൻ്റെ പ്രധാന വ്യക്തിയായിരുന്നു. അതായത് ആ ഒരു വീട്ടിൻ്റെ പ്രധാന ഒരു നാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. കാര്യം ആ വ്യക്തികൾ ത്രൂ ആണ് ആ ഒരു വീട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് മുന്നോട്ടുള്ള ജീവിതം, അവർക്ക് ചിലവിനുള്ള പൈസ, അപ്പം അവരുടെ ഫാമിലി സെക്യൂർ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പം വീട് മാത്രം നമ്മൾ പണിഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് അതിനകത്തൊന്നും നേടാനില്ല. ഇനി അവർ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യമായിട്ടിരിക്കുന്നത്. ഇനി ഈ രാജേഷിൻ്റെ അച്ഛൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നറിയില്ല. പക്ഷേ രാജേഷ് ഈ നാടിന് മുഴുവൻ മാതൃകയായി ഒരു ത്യാഗമാണ്. സ്വന്തം ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചെടുത്തത്. അച്ഛൻ എങ്ങനെയാണ് ഈ മകനെ ഓർത്തെടുക്കുന്നത്? ഇതൊരു ഓർക്കമൊന്നുമില്ല, പെയിൻ. ജഹുരാനിലേക്ക് ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൻ അവമാനത്തോടെ വിളിച്ചെന്ന് പറയാം. 3 മക്കളായിരുന്നല്ലേ? ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. ദുഃഖം താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായി കാട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും, ജീവനോടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ അവിടെ വന്നത്. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. പുഴയെല്ലാം അവൻ നീന്തി കയറും, അതും എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. അതായത് മരണപ്പെട്ട് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഏതോ ഒരു കുരുക്കിലോ കാട്ടിലോ എങ്ങാനും പെട്ട് നിൽപ്പുണ്ട്. പുള്ളി തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ചെറിയ രീതിയിലോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു മനുഷ്യന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ പറയുന്ന രീതി കാലോ എന്തെങ്കിലും എവിടെങ്കിലും കുരുങ്ങിയോ ഒടുക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു മരണം സംഭവിക്കേണ്ടതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവരൊക്കെ സത്യം പറഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരവസ്ഥയല്ലേ. കാര്യം ഒരു എന്തോ പറയണ്ടേ, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കാർക്കും എന്ത് സംസാരിക്കണം എന്ന് പോലും അറിയാൻ വയ്യ. ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യം ഇപ്പം ഈ കൊല്ലം, ട്രിവാൻഡ്രം ഈ ഏരിയയിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. കാര്യം നമുക്കൊക്കെ ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൽ ത്രൂ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം മനസ്സിലാകത്തുള്ളൂ.
ഇതിനു മുമ്പ് ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ടെന്നായിരുന്നു. പെട്ടിട്ടുണ്ട്. കളക്ടർ സല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പ്രാതം എടുക്കാൻ, കൊച്ചിൻ്റെ പ്രാതം ഇട്ടെടുക്കാൻ പോകുമ്പോൾ ആരും പോകാതെ പോയി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു മകൻ്റെ അച്ഛനായതിൽ അച്ഛനെ അഭിമാനിക്കുക. വേദനയുള്ള സമയവും മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് രാജേഷ് ഇല്ലാത്തത്. ഞങ്ങളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരും. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഈ അച്ഛനോട്. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടാണ് പുള്ളി മരണപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു അച്ഛനെ സംബന്ധിച്ച് അതൊരു വലിയൊരു അഭിമാനം തന്നെയാണ്. പുള്ളി പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കളക്ടർ ഭയങ്കര രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് രാജേഷ് ആയിരുന്നു രക്ഷിച്ചിരുന്നത്. അതായത് ഏതൊരു കുട്ടിയുടെ എന്തോ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനി രാജേഷ് രക്ഷപ്പെടുത്തിയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, പുള്ളി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ രാജേഷ് ഒഴുക്കിൽപ്പെട്ട സംഭവം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. ബെന്നിച്ചേട്ടൻ, എന്നോടൊപ്പമുള്ള ബെന്നിച്ചേട്ടനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് രാജേഷ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ബെന്നിച്ചേട്ടൻ, എന്താണ് ബെന്നിച്ചേട്ടൻ ആ സമയത്ത് സംഭവിച്ചത്? സംബന്ധിച്ച് ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബൈക്ക് മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നൊരു വെള്ളം വരുമെന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം, കട്ടിംഗ് മെഷീനുണ്ട് അതെടുത്ത് ഇക്കരെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തത്. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള ആളുകളെ അറിയാം. എൻ്റെ കയ്യിൽ അന്നേരം മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ, അപ്പോൾ എൻ്റെ കഴുത്തപ്പ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, മെമ്പറുടെ ഫോണിൽ. അപ്പോൾ മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. പുറത്തേക്ക് പോയി. എൻ്റെ വെള്ളത്തിൽ വീണ് പോയി. ഞാൻ നോക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. നമ്മളെ സംരക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. എനിക്ക് ചെറിയൊരു കയറിട്ട് വരുമ്പോഴത്തേക്കും കയറ് തെങ്ങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ വിരൽ മുറിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കര. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരോട് പറയുന്നൊരു വരണ്ട. അതായത് പുള്ളി പോലും പ്രതീക്ഷിക്കാതെയാണ് അവിടെ വെള്ളം കയറിയത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗ്ഗങ്ങൾ ശ്രമിച്ചുവെങ്കിലും പക്ഷെ നടന്നിട്ടില്ല. അപ്പം ഇനിയാണ് ഇതിനകത്ത് രാജേഷിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഒക്കെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ കയറെ പിടിച്ച് താഴെ ഒഴുകി വന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ അറിയത്തില്ല. അവരുടെ ഒരു എൻ്റെ സംരക്ഷണമായിരിക്കുമല്ലോ അത്. എനിക്കവൻ ഇട്ടിരുന്ന മറ്റേത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. അപ്പോൾ തൊട്ട് പുറകെ പുള്ളിയുണ്ട്. പക്ഷെ ഞാൻ ഇക്കരെ കയറിയ ശേഷമാണ് പുള്ളി ഒഴുക്കിപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു സമയം വരെയും രാജേഷ് പുറകിലുണ്ട്, ആ ജാക്കറ്റ് ഊരി കൊടുക്കുന്ന സമയം വരെയും. അപ്പം ഈ പുള്ളി, അതായത് ഈ ബെന്നി എന്ന് പറയുന്ന ഈ ഒരു ചേട്ടൻ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് വരുന്ന വഴിയിൽ എന്തോ കാല് തെറ്റിയോ കാല് കോച്ചി പിടിക്കുകയോ അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ഈ ഒരു മരണം സംഭവിച്ചതാണ്. മനസ്സിലായല്ലോ? ഒന്ന് ആലോചിക്കുക. പുള്ളി ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. പുള്ളിയുടെ ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്തു. ഒരു പക്ഷേ ആ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം പുള്ളി അതുപോലും നോക്കാതെയാണ് ഈ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുത്തത്. ചേട്ടനെ ആദ്യം കയറിന്റെ മുന്നിലുണ്ടായിരുന്നു, തൊട്ട് പിന്നിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറകിലായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നത്. രാജേഷ് ഈ പറഞ്ഞ ഈ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്നും പുറകിലേക്ക് ഇല്ല, പുറകിലേക്ക് നോക്കുന്നില്ല. ഞാനിത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്. പക്ഷെ അതുകൊണ്ട് പറയാന്നുള്ളല്ലാണ്ട് വേറെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് പോയി എന്നാണ് പറയണത്. അവന് പിന്നെ ഒന്ന് കൈ വിട്ടു, രണ്ടാമത്തെ കൈ കയറിയെന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മളിത് കാണുന്നില്ല. പക്ഷെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ചെന്നപ്പോഴത്തേക്കിനും ആള് വിട്ടുപോയി. ഒരു ദൗർഭാഗ്യകരമായ തീർച്ചയായിട്ടും. ഇപ്പം എനിക്കൊരു എന്താ എന്നെ രക്ഷിക്കാൻ വന്നിട്ടൊരു ജീവൻ പോകാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാനസികമായ ഇതല്ലേ. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ പറയുന്നല്ലേ, എനിക്ക് അറിയാലോ. ഞാൻ പറയുന്നത് അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല, കാരണം നമ്മുടെ പ്രായമായതല്ലേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ. പക്ഷെ സംഭവിച്ചു പോയി. ഇപ്പം എനിക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പറയുമ്പോൾ അല്ല, ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണ് സംഭവം, കാരണം സംഭവിച്ചത്. അങ്ങനെ നമുക്ക് അങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു. അങ്ങനെ വേറെ പറയാനില്ല എൻ്റെ അത്. അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ആരായാലും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ആരായാലും ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലോ. ഇനിയിപ്പോൾ എല്ലാവരുടെ മുന്നിൽ മാപ്പ് ചോദിച്ചിട്ടോ അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ചേട്ടൻ സമയം കിട്ടുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോവുക, അവരോട് സംസാരിക്കുക, മക്കളെ കാണുക. കാര്യം
പുള്ളി കാര്യം നിങ്ങളുടെ ജീവിതം ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തി കാരണമാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരോട് എന്നും ആ ഒരു കടപ്പാടും സ്നേഹവും ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനകത്ത് ഈ ഒരു ചേട്ടൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നമുക്കത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത്ര ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന്. ഇപ്പം സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല, കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്. പ്രത്യേകിച്ച് ആ പിള്ളേരുടെ കരച്ചിലാണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ എന്തായാലും അതെടുത്ത് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറേ ന്യൂസ് ചാനൽസിനകത്ത് അവർ മാക്സിമം ആ ഒരു കോണ്ടൻറ്റ് മാത്രം എടുത്തു വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.